ഭയങ്കരമായിട്ട് നമ്മൾ മാനസികമായിട്ട് വളരെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പഠിക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മളെ എന്താ പറയാ അടിച്ചമർത്തും. നമ്മൾ എന്തിനെങ്കിലും എതിരെ പ്രതികരിച്ചാൽ തന്നെ നമ്മളെ സീനിയേഴ്സിനെ യൂസ് ചെയ്തിട്ട് അടിച്ചമർത്തും. സീനിയേഴ്സ് തന്നെ നമ്മളെ എന്താ പറയാ റാഗിങ്ങിനെക്കാട്ടും ക്രൂരമായ രീതിയിലാണ് പെരുമാറുക നമ്മുടെ അടുത്തൊക്കെ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ സാറിന്റെ അടുത്ത് പോയി പറയും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ക്യാമ്പിൽ കയറ്റിയിട്ട് ചീത്ത പറയും. അങ്ങനെയുള്ള രീതിയിലുള്ള. പിന്നെ റിസപ്ഷൻ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ദിവസം 2 ഗേൾസിനെ പറഞ്ഞേക്കും. രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ റിസപ്ഷൻ ഡ്യൂട്ടിക്ക് പോകണം. പോയാൽ മാത്രം പോരാ, വെള്ളം കൊണ്ടുപോകണം, സാറിനുള്ള വെള്ളം, പത്രം ഇതൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മളവിടെ ചെന്ന് അയാളെ കസേര ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ചെയ്യണം. പിന്നെ അയാൾ പറയുന്നൊക്കെ നിന്ന് കേട്ടു കൊടുക്കണം. ചെയർമാന്റെ ക്യാബിനിൽ പോയിട്ട് പറയുന്ന മൊത്തം നമ്മൾ കേൾക്കണം. പിന്നെ വരുന്ന റിസപ്ഷൻ ഡ്യൂട്ടിക്ക് 9 മണിക്ക് അവിടുത്തെ റിസപ്ഷനിലെ അവിടുത്തെ സ്ത്രീ വരുന്നവരെ ഉള്ള ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഫുഡ് കൊണ്ട് കൊടുക്കണം. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ചില സമയം ഗേൾസിന്റെ അടുത്ത് കൊടുത്തേക്കും. ഫുഡ് കൊണ്ട് കൊടുത്ത് ഇതുപോലെ കഴിഞ്ഞൊരു ദിവസം 3rd ഇയറിൽ പഠിക്കുന്ന ഒരു ചേച്ചി ഫുഡ് കൊണ്ട് കൊടുത്തപ്പോ സാമ്പാറിൽ ഉപ്പില്ലാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിനെ മേത്ത് വലിച്ചെറിയാണ് ചെയ്തത്. എന്നിട്ട് ചേച്ചിനോട് പോയി ക്ലീൻ ചെയ്തിട്ട് വരാനല്ല, സ്വന്തം ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ചേച്ചിന്റെ അടുത്ത്. ഞങ്ങൾക്ക് 6 മണി തൊട്ട് 11 മണി വരെയാണ് വൈകിട്ട് അവിടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. അപ്പൊ 6 മണി തൊട്ട് 11 മണി ടൈമിൽ 6 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് സ്റ്റഡി ഹാളിൽ പോയിരിക്കും. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചെയർമാൻ വരും, ഹോസ്റ്റലിലേക്ക് വരും. പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും. പിന്നെ പണ്ടത്തെ ഇവിടെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതികരിച്ചവരൊക്കെ ഞാൻ ഇതാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എന്താ എന്റെ മേലെ ആരും ജയിച്ചിട്ടില്ല, നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. പിന്നെ ഒരിക്കലുണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഒരു റൈറ്റിംഗുള്ള ടീഷർട്ട് ഇട്ട് വന്നപ്പോ അത് വായിക്കുകയും യു മേക്ക് മീ സ്മൈൽ എന്നായിരുന്നു അതിന്റെ അത് ഉണ്ടായിരുന്നത്. അയാൾ നോക്കി വായിച്ച യു മെയ്ഡ് മീ എന്നാ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇപ്പൊ റൈറ്റിംഗ്സ് ഉള്ള ടീഷർട്ട് ഹോസ്റ്റലിൽ ബാൻ ചെയ്തിരിക്കുക, ഇടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാൻ ചെയ്തിരിക്കുക. വല്ലാത്തൊരു രീതിയിലുള്ള സംസാരം. ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ബോംബെക്ക് വയ്ക്കോ, ഗേൾസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റിയ പണി അവിടെ വേറെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് സംസാരിക്കാറ്. ലീവിന് വീട്ടിൽ പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകുന്നത് നിങ്ങളെ കാമുകിമാരെ കാണാനല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കാറ്. ലീവിന് വന്ന ദിവസം തൊട്ട് കുറെ ദിവസമായിട്ട് ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നത്. 2-ാം തീയതിയാണ് ചെല്ലേണ്ടത്. ലീവ് കഴിഞ്ഞ് 2-ാം തീയതി 6-ാം തീയതി എക്സാം തുടങ്ങുന്നുണ്ട്, 2-ാം തീയതി നിങ്ങൾ വരണമെന്നുണ്ട്. അന്ന് 2-ാം തീയതി ചെല്ലുമ്പോൾ ഫീസ് കൊണ്ടുപോകണം, ഫീസ് അടയ്ക്കാനുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 2-ാം തീയതി വൈകുന്നേരം ചെന്ന് നേരെ ഹോസ്റ്റലിലേക്ക് എന്നപ്പോൾ അവിടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞുണ്ട്, കീർത്തി എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു നിങ്ങൾ കോളേജ് കയറിയിട്ടാണോ വന്നേന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളോട് ഹോസ്റ്റലിലേക്ക് വരാൻ കോളേജ് കയറിയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങളോട് കോളേജ് കയറിയിട്ട് വരണം. അപ്പൊ ഞങ്ങൾ ബാഗെല്ലാം പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ കോളേജിലേക്ക് പറഞ്ഞു. കോളേജിൽ ചെന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു 10,000 രൂപ അടയ്ക്കാനുണ്ട്, ഈ കുട്ടി 30,000 അടയ്ക്കാനുണ്ട്, ഇത് അടയ്ക്കാത്ത വരുന്നു ഹോസ്റ്റലിൽ കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു 5-ാം തീയതി അടച്ചോളാം, 6-ാം തീയതി എക്സാം, 5-ാം തീയതി ഞങ്ങൾ ഫീസ് അടച്ചോളാം, പറ്റില്ല ഇപ്പൊ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അടയ്ക്കാത്തവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്, നിങ്ങളും പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഹോസ്റ്റലിൽ പോയി ബാഗ് എടുത്ത് 5:30-6 മണിയോടെയാണ് അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. യൂണിവേഴ്സിറ്റി ഫീസൊക്കെ ഞങ്ങൾ ആദ്യം അടച്ചതാണ്. ഒരു 10,000 വട്ടം ചോദിച്ചാണ് അവരുടെ അടുത്ത് വേറെ ഫീസ് ഉണ്ടോ ഇനി അടയ്ക്കാൻ. ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി 1 ഇയർ നിങ്ങൾക്ക് വേറെ ഫീസൊന്നും ഇല്ല എന്നാണ് ഞങ്ങളുടെ അടുത്ത് ഇതുവരെയും പറഞ്ഞത്. ആത്മഹത്യ ശ്രമിച്ച ആ കുട്ടി ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ആ കുട്ടീനെ ഒരു 2-3 ദിവസമായിട്ട് വല്ലാണ്ടിട്ട് ഹറാസ് ചെയ്യായിരുന്നു. ക്യാബിനിൽ വിളിച്ചിങ്ങനെ ചീത്ത പറയുകയും അതിനെ തുടർന്ന് പിന്നെ കുട്ടി വീട്ടിൽ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വന്ന ദിവസം കുട്ടി ഫിനോൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ വേഗം ഒരു കുട്ടി കണ്ടു കഴിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ വേഗം ഓടി വന്നു. എന്നിട്ട് ആ കുട്ടീനെ വിളിച്ചോണ്ടായിട്ട് സാറ് പറഞ്ഞു ഇതൊന്നും വലിയ എഫക്റ്റീവ് ഒന്നും ആവാൻ പോകുന്നില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ കുട്ടീനെ വൈകുന്നേരം വരെ അവിടെ പിടിച്ചു നിർത്തി. പിന്നെ ആ കുട്ടീന്റെ പാരന്റ്സ് ഒക്കെ വന്ന് ആ കുട്ടി വൈകുന്നേരം വരെ ആ ക്യാബിന്റെ ഉള്ളിലിട്ട് ആ കുട്ടീനെ വളരെ മോശമായ രീതിയിൽ പറയായിരുന്നു. പിന്നെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഒന്നും ആവില്ല, ആ കുട്ടി വെറുതെ ആക്കിയതാണ്, ആ കുട്ടിക്ക് ഇവിടുത്തെ പ്രോബ്ലം ഒന്നും അല്ല, വേറെ പ്രോബ്ലം ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ട് ആ കുട്ടീനെ പിന്നെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കാ ചെയ്തത്.